ഹലോ ഗൈസ്, അപ്പൊ നമുക്ക് ഇന്നൊരു പീസ ഉണ്ടാക്കിയാലോ? എനിക്കിങ്ങനെ വെറൈറ്റി ഓരോ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എനിക്ക് പീസ പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. അത് വീട്ടിലുണ്ടാക്കി ഞാൻ കഴിച്ചപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം, വളരെ കുറച്ച് സാധനങ്ങൾ മതി. അത് എന്തുവാണ് നമുക്ക് വഴിയെ അറിയാം. നിങ്ങൾക്ക് ഇങ്ങനെ ഈ ബ്രെഡിന്റെ ഈ മോളത്തെ ഭാഗമൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം, പക്ഷെ കുറെ പേർക്കൊന്നും ഇഷ്ടമേ അല്ല. നിങ്ങളുടെ എങ്ങനെയാന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് ബ്രെഡ് ആവശ്യത്തിന് എടുക്കാം. എന്നിട്ട് അതിലേക്ക് പാലൊഴിച്ച് മുട്ട നമുക്ക് എത്രയാന്ന് വെച്ചാൽ ഞാൻ എടുക്കുന്നത്. പിന്നെ ഉപ്പ്, കുരുമുളക് എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തൊരു പേസ്റ്റ് ആക്കാം. ഒരുപാട് അങ്ങ് വാട്ടറി ആവണ്ട. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതിയാവും. പിന്നെ അത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാൻ എടുത്തിട്ട് ബട്ടർ ആക്കിയിട്ട് ഈ ഒരു പേസ്റ്റ് അതിലേക്ക് ഇടുക. പക്ഷേ ഇത്രയും കട്ടിയാക്കണ്ട കേട്ടോ, ഞങ്ങളുടെ കുറച്ച് കട്ടി കൂടി പോയായിരുന്നു. അപ്പൊ ഇത്രയും കട്ടിയാക്കാൻ നിൽക്കണ്ട. അത് കുക്ക് ആകുമ്പോഴത്തേക്ക് സോസ് പ്രിപ്പയർ ചെയ്യുക. പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കും. എനിക്കത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാ സോസിൽ ഒറിഗാനോ മിക്സ് ചെയ്തതാണ്. പിന്നെ ഏറ്റവും കടമ്പയുള്ള ഒരു കാര്യമാണ് തിരിച്ചിടുക എന്നുള്ളത്. അത് ഞാൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി. പിന്നെ നമ്മളൊന്ന് കുക്കായി കഴിയുമ്പോഴത്തേന് ജസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ എല്ലാ ഐറ്റംസും നമുക്ക് ഇടാം. ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ഇടാം, പിന്നെ ചീസും പിന്നെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസും എല്ലാം ഇട്ട് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ചീസൊക്കെ മെൽറ്റ് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട് കിട്ടും. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കട്ടിയാക്കാൻ നിൽക്കേണ്ട, അത്ര മാത്രമേ ഉള്ളൂ. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള വീഡിയോസ് ആണ് ഞാൻ ഇനി വരാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.